ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വരദരാജ എന്ന കുട്ടിയെ അവൻ്റെ മാതാപിതാക്കൾ ഒരു ഗുരുകുലത്തിൽ പഠനത്തിനായി എത്തിച്ചു. വളരെ പെട്ടെന്ന് അവൻ അവിടെയുള്ള കൂട്ടുകാരുമൊക്കെയായി സൗഹൃദത്തിലായി. അവൻ അവിടുത്തെ എല്ലാ ജോലികളും ഉത്സാഹത്തോടെ ചെയ്തു വന്നു. പക്ഷേ പഠന കാര്യത്തിൽ അവൻ വളരെ പിന്നിലായിരുന്നു. ഒരു വർഷത്തെ പഠനകാലം പൂർത്തിയായപ്പോൾ മറ്റു കുട്ടികളെല്ലാം അവനേക്കാൾ ഏറെ മുന്നിലായി. ഗുരു അവനെ വിളിച്ച് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പല വഴികളും നോക്കി, പക്ഷെ നിനക്ക് മുന്നേറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ തിരികെ വീട്ടിലേക്ക് പോവുക. അവൻ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ദാഹിച്ചപ്പോൾ അവനൊരു കിണറ്റിൻ്റെ അരികിൽ ചെന്ന് വെള്ളം കോരുവാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, കിണറിൻ്റെ ചുറ്റുമുള്ള കല്ലുകളിൽ എന്തൊക്കെയോ ചെറിയ പാടുകൾ. വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് അവൻ ചോദിച്ചു, ഈ പാടുകൾ എന്താണ്? അവർ പറഞ്ഞു, അത് വെള്ളം കോരുമ്പോൾ തുടർച്ചയായി കയർ കല്ലിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന പാടുകളാണ്. അവൻ ചിന്തിച്ചു, മൃദുലമായ കല്ലുകൾക്ക് കഠിനമേറിയ കല്ലുകളിൽ പോലും പോറലേൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും പരിശീലനത്തിലൂടെ പഠിക്കുവാൻ കഴിയില്ല? അവൻ്റെ ആ ചിന്ത അവനെ കൂടുതൽ പരിശീലനത്തിലൂടെ പഠിക്കുവാൻ പ്രാപ്തനാക്കി. ആചാര്യൻ വരദരാജൻ എന്ന പ്രശസ്ത സംസ്കൃത പണ്ഡിതനായിരുന്നു ആ കുട്ടി. അനേക സംസ്കൃത ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക എന്ന് സഭാപ്രസംഗി 9:10 പറയുന്നു. ലോകപ്രശസ്തനായ അഭിനേതാവാണ് ബ്രൂസ്ലി. ഇന്ന് നിരവധി ആരാധകരുള്ള ബ്രൂസ്ലി ഒരിക്കലും ഇങ്ങനെ പറയുന്നു, എനിക്ക് 1000 അടവുകൾ ഉള്ള ഒരാളെ അല്ല ഭയം, ഒരു അടവ് 1000 തവണ പരിശീലിച്ച ആളിനെയാണ്. പരിശീലനമാണ് ഒരാളെ മേന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര അറിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ അറിവുകൾ പരിശീലിച്ച് അതിൽ വിദഗ്ധനായി മാറുന്ന ഒരാൾക്കാണ് അതിലേറ്റവും കൂടുതൽ കഴിവുണ്ടാവുന്നത്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്. നിരന്തരമായ പരിശീലനം കൊണ്ട് ഏതൊരു കാര്യവും നമുക്ക് നേടാൻ കഴിയും. എനിക്കൊന്നിനും കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് പിന്മാറുന്നവർ ഭീരുക്കളാണെന്ന് പറയേണ്ടി വരും. ദൈവത്തിൽ ആശ്രയിച്ച് നിരന്തരമായ പരിശീലനം നടത്തുന്നവർ ഒരിക്കലും പരാജയപ്പെടുവാൻ ഇടയാകാതെ മുന്നോട്ട് തന്നെ പോകും. തോറ്റു പിന്മാറാതിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിരന്തര പരിശീലനത്തോടെ വിജയത്തിലേക്ക് അടുക്കുക. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ ക്രൂശിൽ സ്നേഹം തേടി പാപിയാമെന്നെ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവതില്ല ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തി